ശ്രീ വി പി മുസ്തഫ, പരാജയം നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പരാജയ കാരണം പ്രാഥമികമായി വിലയിരുത്തുമല്ലോ. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ചേർന്നിട്ടുണ്ട്. എല്ലാ സഖാക്കളിൽ നിന്നും ഈ മാസവും മെയ് ജൂൺ മാസങ്ങളിൽ ഓരോ തലങ്ങളിലായി ഓരോ കമ്മിറ്റികളിലായി സഖാക്കളിൽ നിന്നും കേൾക്കും പരാജയ കാരണം അവർക്ക് പറയാനുള്ളത് കേൾക്കുമെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ എന്താണ്? ഇല്ല, പ്രാഥമികമായ വിലയിരുത്തൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആ സെക്രട്ടേറിയറ്റിലുള്ള ഒരാളുമല്ല. അതുകൊണ്ട് എന്താണ് എന്നുള്ളത് പറയാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, അത് ആദ്യത്തെ ദിവസം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർട്ടി ബന്ധുക്കളും സഖാക്കളും CPIM-നെതിരെ ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ട്, ആ വിശദമായ പഠനമാണ് നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് യാതൊരു സംശയത്തിൻ്റെ ലെവലേശം പോലുമില്ല. പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. പാർട്ടിയുടെ ഉറച്ച വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഗൗരവമായ പരിശോധന നടത്തും. എന്തുകൊണ്ടാണ് അങ്ങനെ പാർട്ടി സഖാക്കൾ പാർട്ടിക്കെതിരായിട്ട് പാർട്ടി ചിഹ്നം മറന്ന് മറ്റ് ചിഹ്നങ്ങൾക്ക് വോട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്? പലർക്കും പല കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. അതല്ല, ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ പറയുമ്പോൾ പലരുടെയും ഫേസ്ബുക്ക് കുറിപ്പുകളും മറ്റു അഭിപ്രായ നിരീക്ഷണങ്ങളും പറഞ്ഞല്ലോ. CPM-ൽ തന്നെയുള്ള പലരുടെയും ഓരോരുത്തർക്കും വൈയക്തികമായിട്ട് ഓരോ നിലപാടാണ് ഉണ്ടാവുക. അത് പാർട്ടിയിലാകെയുള്ളത് കേട്ട് കോൺക്രീറ്റ് ആയിട്ട് ഇതെല്ലാം സമാഹരിച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് അത് സംബന്ധിച്ച കൃത്യമായ നിലപാടുകൾ ഒരു കാരണമായിരിക്കില്ല. ധാരാളം ഘടകങ്ങൾ ഉണ്ടാകും, മുഖ്യമായ ധാരാളം ഘടകങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമായിട്ടും ഉപഘടകങ്ങൾ ധാരാളം ഉണ്ടാകും. ഇതെല്ലാം ചേർത്ത് അങ്ങനെ വിശകലനം ചെയ്താൽ മാത്രമേ പാർട്ടി വരുത്തേണ്ട തിരുത്തലിനെ സംബന്ധിച്ചും ധാരണയുണ്ടാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അല്ലാതെ വൈയക്തികമായി ഇപ്പോൾ ഓരോരുത്തർ മാത്രം പറയുന്നത് എടുത്തിട്ട് അതിന് മാത്രം ഒരു തിരുത്തലായിട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ തിരുത്തൽ വരുത്തേണ്ടതുണ്ട്, തർക്കമില്ല, അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അതിലും തർക്കമില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ശക്തമായ ഇടപെടൽ തന്നെ പാർട്ടി അടിമുടി നടത്തും. അങ്ങനെ നടത്തി ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും. മുൻകാല അനുഭവമുണ്ട്, ഇനിയും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, ഞാൻ നിങ്ങളുടെ പരാജയ കാരണം വിലയിരുത്തിക്കൊണ്ട് മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് അംഗമായാലും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ടല്ലോ. അങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പാർട്ടിയുമല്ലല്ലോ. പാർട്ടിക്ക് ഒരുമിച്ചൊരു നിലപാടുണ്ടാവും, ആ നിലപാട് പറയും. ഇത്രയും ഒരു വലിയ പതനം എന്ന് പറയാവുന്ന തരത്തിലുള്ള പരാജയത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തുന്നതിന് പകരം ഇനി ഭരിക്കാൻ വരുന്നവർ ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള ആശങ്ക അതെങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അത് വെള്ളാപ്പള്ളി പറയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് കേൾക്കുന്നത്. ശ്രീ വി പി മുസ്തഫ, അനിൽകുമാറിന്റെ പോസ്റ്റിൽ പറയുകയാണ്, 81.25 ലക്ഷം വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ശക്തമായ മുന്നണിയാണ് LDF. UDF-ന്റെ 1 കോടിയുടെ വലിപ്പം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് മേൽ ചോദ്യങ്ങൾ ഉയർത്തുമത്രേ. കാരണം ഒരു മതരാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയ രാഷ്ട്രീയത്തിനാണ് അതിൽ മേൽക്കൈയെന്ന്. എന്താണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്? മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കൂട്ടർ അധികാരത്തിൽ തുടരുന്നത് അതിന്റെ പ്രച്ഛന്ന എതിരാളികളായി അഭിനയിക്കുന്ന BJP മുതലെടുക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. ഞങ്ങളെങ്ങനെ തോറ്റു എന്നുള്ളതല്ല, വരുന്നവർ ഭരിക്കാനിരിക്കുമ്പോൾ വരുന്ന ആശങ്കയാണ് കേട്ടോ. ആ ആശങ്കയിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത്, കേരളത്തിൽ SAR-ന്റെ പേരിൽ മുസ്ലിം ലീഗ് കേരളത്തിൽ LDF-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നുണ പ്രചരിച്ചപ്പോൾ അതിന്റെ ഗുണഭോക്താവായി ലീഗ് മാറിയെന്ന്. മുസ്ലിം ലീഗ് ജയിച്ചത് ഇവിടെ CPM വന്നാൽ അപകടമാണ് എന്ന് ഭയപ്പെടുത്തിയിട്ടാണോ? അങ്ങനെയാണോ സാധാരണഗതിയിൽ? ഇവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ എല്ലാ കാലത്തും മത്സരിക്കുന്നതല്ലേ? CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള മത്സരത്തിൽ അവിടെ മുസ്ലിം ലീഗും എല്ലാ കാലത്തും അപ്പുറത്തുണ്ടായിരുന്നതല്ലേ? എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് മുസ്ലിം ലീഗ് ഒരു ഭയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറിയത്, ഒരു തീവ്രത ഉള്ള പാർട്ടിയായി മാറിയത്? സഖാവ് അനിൽകുമാർ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ അഭിപ്രായമാണ്. അത് പാർട്ടിയുടെ ആകെ നിലപാടാണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. ആ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ കൂടി പറയും. നേരത്തെ ഗോവിന്ദ മാഷ് സൂചിപ്പിച്ചല്ലോ, അതിനെല്ലാമുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് കൺസോൾട്ടേറ്റ് വരിക. എന്നാൽ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, മുസ്ലിം ലീഗ് അങ്ങനെ മതപരമായിട്ടുള്ള വർഗീയത വളർത്തുന്നുണ്ടോ? ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ സ്മൃതി. ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ലീഗിൻ്റെ ആളുകൾ മുസ്ലിം വീടുകളിൽ പോയിട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ വനിതാ പ്രവർത്തകർ പറഞ്ഞത്, ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ അമ്മ മരിച്ചിട്ടും പള്ളിയിൽ പോയിട്ടില്ല, ഞാൻ മൂത്രമൊഴിച്ചാൽ ഈ ഇസ്ലാം മത വിധിപ്രകാരമുള്ള വൃത്തിയാക്കൽ നടത്താറില്ല, ഇങ്ങനെയൊക്കെ വ്യക്തിപരമായിട്ട് എങ്ങനെയെല്ലാം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ എന്നെക്കുറിച്ച് ഒരു അവമതിപ്പുണ്ടാക്കാൻ കഴിയും. ഈ ക്യാമ്പയിനാണ് അവർ നടത്തിയത്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അവർ ഒരു ലീഗ് അനുഭാവികളാണ്. അവർ ഈ ലീഗിൻ്റെ കുടുംബയോഗത്തിൽ പങ്കെടുത്തു. ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബൂത്തിലെ കുടുംബയോഗത്തിൽ പങ്കെടുത്തു. അവിടെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറി
സത്താർ വടക്കുംപാട് എന്ന് പറയുന്നയാൾ പ്രസംഗിച്ചത് അവർ നേരിട്ട് കേട്ടു. എന്നിട്ട് അവരെന്നോട് വന്ന് പറയുകയാണ് ഇതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാസർഗോഡ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത് ഷാനവാസ് പാദൂർ. നേരത്തെ കോൺഗ്രസ് ആണ്, അവർ വലിയ കോൺഗ്രസ് ഫാമിലിയാണ്. ഒരു 5-6 വർഷം മുമ്പാണ് അദ്ദേഹം ഇടതുപക്ഷത്തോട് അടുക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഇപ്പോഴും CPM-ൻ്റെ മെമ്പറൊന്നുമല്ല. അദ്ദേഹം 5 വർഷം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കാസർഗോഡ്. അദ്ദേഹത്തെക്കുറിച്ച് ഇതേപോലെ വനിതാ ലീഗിൻ്റെ നേതാവ് പ്രസംഗിച്ച വീഡിയോ നിങ്ങൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തതാണ്. എന്താ പ്രസംഗിച്ചത്? ഈ ഷാനവാസ് പാദൂർ മുനാഫിക്കാണ് എന്ന് പറഞ്ഞാൽ അത് ആ അറബി വാക്കിൻ്റെ അർത്ഥം കപട മതവിശ്വാസിയാണ്, കപട വിശ്വാസിയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത്തരം ജാഗ്രൻസ് ലീഗ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇതേ കാസർഗോട്ടെ മറ്റൊരു വീഡിയോ റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടുവന്നതാണ്. അവിടെ ലീഗിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവിടെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറി അദ്ദേഹം പറയുന്നു ഇവർ 5 നേരം നിസ്കരിക്കുന്നയാളാണ്, ഇവർ നോമ്പനുഷ്ഠിക്കുന്നയാളാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വനിതയാണ് ഞങ്ങളിതാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച ഒരാളെക്കുറിച്ച് പ്രസംഗിക്കുന്ന പാർട്ടിയെക്കുറിച്ച് പിന്നെ എന്തു പറയണം? അങ്ങനെയെങ്കിൽ നേതൃത്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടോ എന്നുള്ളതാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങേക്കെതിരെ തിരിച്ച് നിങ്ങളോട് പറയാനുള്ളത്, പേരാമ്പ്രയിൽ ഖൗമിലെ കുട്ടി എന്ന ഫാത്തിമ തേലിക്കെതിരെ പ്രചാരണം നടന്നില്ലേ? അത് CPM-ന്റെ പ്രചാരണ വാഹനത്തിൽ നിന്ന് നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ അത് സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട്, TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്, എൻ്റെ അറിവോടെയല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതടക്കം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇതിപ്പോൾ ചോദിക്കുന്നതിന് കാരണം നിങ്ങളുടെ പരാജയത്തിന് ഒരു കാരണമായിരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിനും മുസ്ലിം ലീഗിനുമെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകൾ. ആ പ്രസ്താവനകൾ കണ്ടില്ലെന്ന് നടിച്ച പിണറായി വിജയൻ പിന്നീട് വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ പരാജയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് വരേണ്ട നിമിഷത്തിലാണ് ഇപ്പോഴും അതേ കാരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് തിരുത്തുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരുമല്ലോ VPP മുസ്തഫ. രണ്ടും രണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സന്ദർഭത്തിനനുസരിച്ച് ചിലതെല്ലാം നിങ്ങൾ കൂട്ടിച്ചേർക്കും. ചില സമയത്ത് പറയും അയ്യോ നിങ്ങൾ അതൊന്നും പറയല്ല, ഇപ്പോഴത്തെ കാര്യം മാത്രം പറയൂ എന്ന് പറയും. അങ്ങനെയാണ് പലപ്പോഴും നിങ്ങൾ എടുക്കുന്ന ഒരു സമീപനം. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞത് എന്താ, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രം തോറ്റു എന്നല്ല. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മുസ്ലിം ലീഗ് ഇങ്ങനെ വർഗീയമായ മതപരമായ വിദ്വേഷമുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത്? ഇതായിരുന്നു സ്മൃതിയുടെ എന്നോടുള്ള ചോദ്യം. അങ്ങനെ നടത്തിയതിൻ്റെ ഇപ്പോഴത്തെ അനുഭവം, ഈ തെരഞ്ഞെടുപ്പിലെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മറ്റേതൊരു വിഷയമാണ് വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ. അന്നും ചാനൽ ചർച്ചയിൽ നിങ്ങളോടൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വെള്ളാപ്പള്ളി പറഞ്ഞ ആ പ്രസ്താവനയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷും അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രസ്താവനകൾ ഞങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തെ ആകെ തള്ളി പറയണമെന്നില്ല. ഈ സമീപനമാണ് CPIM എടുത്തിട്ടുള്ളത്. ഇനി ഞങ്ങൾ അങ്ങനെ എടുത്ത സമീപനത്തിൽ പാളിച്ച പറ്റിയോ? അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ വിശദമായ പരിശോധനയിൽ വരുമല്ലോ. അതൊക്കെ സഹകരണ അഭിപ്രായങ്ങളായിട്ട് വരുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതും പരാജയ കാരണമായിട്ട് പാർട്ടി ഉൾപ്പെടുത്തും. അതിലൊന്നും തർക്കമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ എടുത്ത സമീപനം അന്ന് അങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ള പെശക് പറയും. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.